മുഖം വികൃതമായ പിണറായി സർക്കാർ മോഹൻലാലിനെ കരുവാക്കി PR വർക്കിന് ചിലവാക്കിയത് 2,80,00,000. സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമലയിലെയും മുണ്ടക്കൈയിലും 25 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാനുള്ള പണമാണ് പിണറായി സർക്കാരിന്റെ PR വർക്കിന് ലാലിന്റെ പേരിൽ ചിലവിട്ടത്. വൻ തട്ടിപ്പുകാർ പോലും പരസ്യമായി ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് സർക്കാർ ലേബലിൽ ചെയ്തു കൂട്ടുന്നത് എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണിത്. സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ മോഹൻലാലിനെ ലാൽ സലാം എന്ന പേരിൽ ആദരിച്ച ചെലവിനാണ് സാംസ്കാരിക വകുപ്പ് 2,80,00,000 രൂപ അനുവദിച്ചത്. പ്രൗഢഗംഭീരമായ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലോ നിയമസഭാ സമ്മേളന വേദിയിലോ 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചെലവിൽ നടത്താമായിരുന്ന സ്നേഹാദരമാണ് ഖജനാവിലെ 3 കോടി പൊട്ടിച്ച് നടത്തിയത്. ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ ദേശീയ ചലച്ചിത്ര അവാർഡ് മേള സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം ചെലവിട്ടതിന്റെ 1/4 പോലും ചെലവായില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സ്നേഹപൂർവ്വം ലാലേട്ടൻ എന്നോ ലാലിന് സ്നേഹാദരവെന്നോ നാമകരണം ചെയ്യാതെ ലാൽ സലാം എന്ന് നാമകരണം ചെയ്തത് തന്നെ സർക്കാർ ചെലവിൽ ഒരു CPM മാമാങ്കം നടത്തുന്നതിനായിരുന്നു. മോഹൻലാലിനെ അതിന് കരുവാക്കിയെന്ന് മാത്രം. CPM പയ്യൻ നേതാക്കൾ വരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചപ്പോൾ സെലിബ്രിറ്റികളുടെ ഇരിപ്പിടങ്ങൾ 3ാം നിരയ്ക്കും പിന്നിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തിയ സാഹചര്യത്തിൽ സർക്കാരിന്റെ നിറം മങ്ങിയത് മറച്ചുവെച്ച് നേട്ടമായി ലാൽ സലാം മാറ്റി. സർക്കാർ പരിപാടികളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായതോടെ ആളെ കൂട്ടാനാവില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് PR വർക്കിന്റെ ഭാഗമായി വിവിധ ജാതിമത സംഘടനകളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം കോടികൾ മുടക്കി സംസ്ഥാനത്തുടനീളം ജില്ലാതല താരാരാധന മാമാങ്കങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ നടത്തിയാലും അതിശയിക്കേണ്ടതില്ല. സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാചനാ സമരം തുടരുന്ന ആശാ സഹോദരിമാരെ പിണറായി ഓർത്തില്ലെങ്കിലും കോടികൾ പൊടിച്ചതിന് സാക്ഷ്യം വഹിച്ച ഫാൽക്കെ അവാർഡ് ജേതാവെങ്കിലും ഓർക്കേണ്ടതായിരുന്നുവെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ അഭിപ്രായപ്പെട്ടു.